ജയിലിലടയ്ക്കപ്പെട്ട ജാനുവിനും ഗീതാനന്ദനും കോടതി വഴിയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിച്ചത്. അങ്ങനെ ചികിത്സ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവരുടെ ആരോഗ്യം പൂർണ്ണമായും തകർന്നു പോകുമായിരുന്നു. ജാമ്യം ലഭിച്ചിട്ടും കുറ്റപത്രം നൽകുന്നതുവരെ ഗീതാനന്ദൻ വയനാട്ടിൽ പ്രവേശിക്കുന്നത് കോടതി തടഞ്ഞു. പോലീസ് മർദ്ദനമടക്കം മനുഷ്യാവകാശ നിഷേധങ്ങൾക്കെതിരെ പരാതി നൽകാൻ പോലും ആദിവാസികൾക്ക് കഴിഞ്ഞില്ല. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. 500-ലധികം ആദിവാസികളെ പ്രതികളാക്കി കുറ്റപത്രം തയ്യാറാക്കി. വനപാലകർ 6 കേസുകൾ ചുമത്തി. വനം കയ്യേറ്റവും മൃഗവേട്ടയും ചുമത്തിയ കേസുകളിൽ സ്ത്രീകൾ ഉൾപ്പെടെ പ്രതികളായി. കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ മുത്തങ്ങയിൽ ക്രൂരത നടന്നെന്ന പരാതി ഉയർന്നു. കമലം അധ്യക്ഷയായുള്ള സംസ്ഥാന വനിതാ കമ്മീഷൻ അനങ്ങിയില്ലെങ്കിലും കേന്ദ്ര കമ്മീഷൻ വയനാട്ടിലെത്തി തെളിവെടുത്ത് നടപടിക്ക് നിർദ്ദേശിച്ചു. ശിശുക്ഷേമ സമിതി കുഞ്ഞുങ്ങൾക്കെതിരെ പീഡനം നടന്നെന്ന് കണ്ടെത്തി അന്വേഷണത്തിന് നിർദ്ദേശം വച്ചു. ഡി വാസുദേവൻ നായർ സുൽത്താൻ ബത്തേരിയിൽ സംഘടിപ്പിച്ച ആദിവാസി ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ CBI അന്വേഷണം ശുപാർശ ചെയ്തു. മാധ്യമപ്രവർത്തകനായ RK ബിജുരാജ് തൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം എന്ന പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണിത്. ഇത് കേരള ചരിത്രത്തിലെ ഒരു കറുത്ത ഏടിൻ്റെ ബാക്കി പത്രമാണ്. ഏകദേശം 2 മാസം കൂടി കഴിയുമ്പോൾ, അതായത് 2026 ഫെബ്രുവരി 19 21 വർഷം തികയുന്ന ഒരു ക്രൂരതയുടെ അവശേഷിക്കുന്ന വായ്മൊഴി അടയാളങ്ങൾ. 2003 ഫെബ്രുവരി 19 കേരള ചരിത്രത്തിൽ തന്നെ നിർണായകമായ ദിനമായിരുന്നു അന്ന്. മണ്ണിൽ ജീവിക്കാനായി ഭൂമി ചോദിച്ച ആദിവാസികളെ നേരിടാൻ വലിയ സന്നാഹത്തോടെ പടക്കോപ്പുകളുമായി പോലീസ് സേന പാഞ്ഞെടുത്തത് അന്നാണ്. കീഴടങ്ങണമെന്ന് പോലീസ് നിർദ്ദേശത്തിൻ്റെ മറുപടിയായി മുദ്രാവാക്യം വിളിച്ചുമല്ലാതെയും ചെറുത്തുനിന്ന ആദിവാസികൾക്ക് നേരെ പോലീസ് ഗ്രനേഡ് എറിഞ്ഞു. അവർ കെട്ടിയ പുൽക്കൂടുകൾ കത്തിച്ചു, വെടിവച്ചു. വെടിയേറ്റ് ഒരാൾ മരിച്ചു. അതെ, കേരള ചരിത്രത്തിലെ കുപ്രസിദ്ധമായ മുത്തങ്ങ സമരം. ഈ സമരത്തിന് നേരെ നടന്ന പോലീസ് ക്രൂരതയ്ക്ക് ശേഷം സംഭവിച്ച ചില കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷം ആദിവാസി നേതാവായ CK ജാനു പോലീസ് പിടിയിലായതിൻ്റെ പിറ്റേ ദിവസം മലയാള മാധ്യമങ്ങളിൽ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. CK ജാനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ചിത്രം. ഇന്ന് 40 വയസ്സിന് മുകളിലുള്ള പലർക്കും ആ ചിത്രം ഓർമ്മ കാണും. പോലീസ് മർദ്ദനത്തിൽ മുഖം വീങ്ങി, കണ്ണ് കലങ്ങി നിസ്സംഗയായി നടന്നുവരുന്ന ജാനുവിൻ്റെ ചിത്രം. അന്ന് മുത്തങ്ങയിൽ പോലീസ് നരനായാട്ട് നടത്തിയപ്പോൾ അധികാരത്തിൽ UDF സർക്കാരായിരുന്നു. ആദർശധീരനായ AK ആന്റണി മുഖ്യമന്ത്രി. ആഭ്യന്തര വകുപ്പും വിജിലൻസും കൈകാര്യം ചെയ്യുന്നതും അദ്ദേഹം തന്നെയായിരുന്നു. AK ആന്റണിയുടെ ആദർശം കപടമായിരുന്നു എന്ന് പലർക്കും മാറ്റി ചിന്തിക്കേണ്ടി വന്നൊരു സംഭവം കൂടിയായിരുന്നു അത്. സംഭവം നടന്നിട്ട് 21 വർഷങ്ങൾ കഴിയാൻ പോകുന്നു. ആ സംഭവത്തിൻ്റെ ഏറ്റവും വലിയ ഇര ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ നേതാവ് കൂടിയായ CK ജാനു. അവർ ഉൾപ്പെടുന്ന ഗോത്ര സമൂഹത്തിനെതിരെ നടപടിയെടുത്ത, ആ സമൂഹത്തിനു നേരെ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ട പോലീസ് നടപടിക്ക് നേതൃത്വം കൊടുത്ത AK ആന്റണിയുടെ അതേ കോൺഗ്രസ് നയിക്കുന്ന UDFൻ്റെ ഭാഗമായിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് 3 രാഷ്ട്രീയ പാർട്ടികളെ UDFൻ്റെ ഭാഗമാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ചത്. മുൻ MLA PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസും CK ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസും ഈ 3 കക്ഷികളെയും UDFൻ്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ തീരുമാനിച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന UDF ഏകോപന സമിതി യോഗത്തിലായിരുന്നു ആ തീരുമാനം. എന്നാൽ സതീശൻ UDF തീരുമാനം പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കുള്ളിൽ കേരള കാമരാജ് കോൺഗ്രസിൻ്റെ പുറത്തറിയപ്പെടുന്ന ഒരേ ഒരു നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ താൻ UDFിലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ആരോട് ചോദിച്ചിട്ടാണ് തൻ്റെ പാർട്ടിയെ UDFിൽ എടുത്തതെന്നും ചന്ദ്രശേഖരൻ ചോദിച്ചു. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ ഈ നടപടി ജനങ്ങൾക്കൊരു തമാശയെ തോന്നിയെങ്കിലും ജനങ്ങൾക്കൊട്ടും തമാശയെ തോന്നാത്ത ഒരു കാര്യമായിരുന്നു CK ജാനുവിൻ്റെ പാർട്ടി UDFൻ്റെ ഭാഗമായി മാറിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തെ ആ പോലീസ് നടപടി, മുത്തങ്ങ വനത്തിൽ AK ആന്റണി മന്ത്രിസഭയുടെ കാലത്ത് നടന്ന പോലീസ് നടപടി ഓർമ്മയുള്ളവർക്കറിയാം. ഒരു കാരണവശാലും CK ജാനുവിന് UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഭാഗമാകാൻ കഴിയില്ലെന്ന്. ഭൂരഹിതരായ ആദിവാസികൾക്ക് സ്വന്തമായി ഭൂമി വേണമെന്ന ആവശ്യമുയർത്തി CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടക്കുന്നത് 2001 ആദിവാസികൾക്ക് വീടും സ്ഥലവും നൽകാത്തതിൽ പ്രതിഷേധിച്ച് കുടിൽ കെട്ടിയായിരുന്നു സമരം. ഭൂമി പ്രശ്നം ഉന്നയിച്ച ആദിവാസികളോട് തുടക്കത്തിൽ നിഷേധ സമീപനമായിരുന്നു ഭരണകൂടത്തിൻ്റേത്. എന്നാൽ 48 ദിവസങ്ങൾക്ക് ശേഷം സർക്കാർ സമരക്കാരുമായി ചില കരാറുകൾ
ഉണ്ടാക്കപ്പെട്ടു. സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണപ്രകാരം സമരം പിൻവലിച്ചു. ആദിവാസികൾക്ക് കൃഷി ചെയ്യാനായി 5 ഏക്കർ ഭൂമി വീതം നൽകാമെന്നായിരുന്നു കരാർ. എന്നാൽ ഈ കരാർ ലംഘിക്കപ്പെട്ടു. ഭൂമിക്കായി കാത്തുനിന്ന ആദിവാസികൾക്ക് ആ കാത്തിരിപ്പ് മാത്രമായിരുന്നു മിച്ചം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് 2003 CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആദിവാസികൾ മുത്തങ്ങയിലേക്ക് എത്തിയത്. മുത്തങ്ങയിലെ തകരപ്പാടി മുതൽ അമ്പുകുത്തി വരെയുള്ള താഴ്വരകളിൽ അവർ കുടിലുകൾ കെട്ടി ഊര് സ്ഥാപിച്ചു. കുറ്റിക്കാടുകൾ വെട്ടി ഭൂമി കൃഷിയോഗ്യമാക്കി കൃഷി ആരംഭിച്ചു. സ്വാഭാവികമായ ഒരു ഗ്രാമമായിരുന്നു അവർ സൃഷ്ടിച്ചെടുത്തത്. 8 ഊരുകൂട്ടങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായി. പകൽ കൃഷിപ്പണിയും വൈകുന്നേരങ്ങളിൽ കൂടിയിരിപ്പും പാട്ടുനൃത്തവുമായി സന്തോഷവും സമാധാനവുമുള്ള ജീവിതമായിരുന്നു. എന്നാൽ അത് പലരെയും അസ്വസ്ഥപ്പെടുത്തി. ജനുവരി 5 ഭൂമി കയ്യേറി ഭൂസമരം ആരംഭിച്ച ആദിവാസികൾക്കെതിരെ 48 ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസിന്റെ നടപടി. ആദിവാസി യുവാവ് ജോഗി പോലീസ് വെടിവെപ്പിൽ മരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദും സംഘർഷങ്ങൾക്കിടെ കൊല്ലപ്പെട്ടു. വെടിവയ്പ് നടന്ന രാത്രിയിലെ സംഭവം ഗീതാനന്ദൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. പോലീസ് വെടിവയ്പ് ശക്തമാക്കിയപ്പോൾ ആദിവാസികൾ ചിതറിയോടി. ഞങ്ങൾ അവരോടൊപ്പം കാടിനുള്ളിലേക്ക് കടന്നു. ഇരുട്ടിയതോടെ ആരെയും കാണാൻ കഴിയാതെയായി. രാവിലെ വെടിവെപ്പ് തുടങ്ങിയതോടെ ശ്രീരാമൻ കൊയ്യാനും ജാനുവും എല്ലാം കുറെ കൂടി ഉള്ളിലുള്ള സ്ഥലത്തേക്ക് പോയിരുന്നു. ഒടുവിൽ രാത്രി 10-11 മണിയോടെ 60 പേരെ തിരഞ്ഞുപിടിച്ച് വനത്തിലൂടെ യാത്രയായി. 1 മണിയായപ്പോൾ അമ്പുകുത്തി മലയിലെത്തി. അവിടെ ജാനുവും കൊയ്യോനും കുത്തിയിരിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന അരി കഞ്ഞിവെച്ച് കുടിച്ചു. വെടിവെപ്പ് തുടങ്ങിയപ്പോൾ തന്നെ പലരോടും വിട്ടുപോകാൻ അറിയിച്ചിരുന്നു. രാത്രി പുലിതൂക്കി കോളനിയിലെത്തി. പകൽ കാട്ടിലും രാത്രി വീട്ടിലുമായി കഴിഞ്ഞു. എന്നാൽ പോലീസ് അവിടെ രഹസ്യമായി ഓരോ വീടിലും തമ്പടിച്ചു. ആദിവാസികളും ദലിതരുമായ പോലീസുകാരെയാണ് ഇതിനായി നിയോഗിച്ചത്. ശ്രീരാമന് പുറത്തു കിടക്കാൻ വഴിയൊരുക്കി. മറ്റൊരു കോളനിയിൽ രാത്രി എത്തുമ്പോൾ ആരുമില്ല. പിറ്റേന്നാണ് പത്രം കാണുന്നത്. പത്രത്തിൽ വാർത്ത നൽകുന്നതിന് ഒരാളെ അയച്ചുവെങ്കിലും പോലീസ് പിടിയിലാവുമെന്ന് തിരിച്ചറിഞ്ഞ് അയാൾ രക്ഷപ്പെട്ടു. കാട്ടിൽ നിൽക്കുമ്പോൾ പകൽ പോലീസ് റെയ്ഡ് നടക്കുന്നത് കാണാം. എന്നാൽ മുകളിൽ നിൽക്കുന്ന ഞങ്ങളെ പോലീസിനെ തിരിച്ചറിയാനായില്ല. ആദർശധീരനായ AK ആന്റണി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ അന്നത്തെ പോലീസ് എന്തായിരുന്നു എന്നുള്ളത് ഗീതാനന്ദൻ തന്റെ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. മുത്തങ്ങ വെടിവെപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഫെബ്രുവരി 22 ഗീതാനന്ദനും CK ജാനുവും പോലീസിന് പിടി നൽകിയതിനു ശേഷമുള്ള സംഭവങ്ങൾ. പോലീസിന് പിടികൊടുക്കാൻ തീരുമാനിച്ചാണ് ഞാനും ജാനുവും ബസ്സിൽ കയറാൻ റോഡിലെത്തിയത്. നാട്ടുകാർ വളരെ വേഗം വളഞ്ഞു. എവിടെ പോവുകയാണെന്ന് തിരക്കി. അവർ പോലീസിനെ വിവരമറിയിച്ചു. നമ്പിക്കൊല്ലിക്ക് നടക്കുമ്പോൾ 10 മിനിറ്റിനകം പോലീസ് എത്തി പിടികൂടി വാനിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് പോലീസ് വാഹനം ബത്തേരിയിലെത്തിയത്. ജാനുവിൻ്റെയും എൻ്റെയും ശരീരത്തിനുമേൽ പോലീസുകാർ നൃത്തം ചവിട്ടി. വാഹനം ഒടുവിൽ വനംവകുപ്പിൻ്റെ IBയിലെത്തിച്ചു. ഗ്രൗണ്ടിന് മുന്നിൽ പോലീസിൻ്റെ വൻപട. അവർക്ക് മുന്നിലേക്കാണ് ഞങ്ങളെ എടുത്തെറിഞ്ഞത്. അവർ കൊത്തി നുറുക്കും പോലെ കൈകാര്യം ചെയ്തു. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് SPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. അവിടെ വച്ച് SPയുടെ മുന്നിലിട്ടാണ് വാരിയെല്ല് തകർത്തത്. DYSP ജോർജിന്റെ നേതൃത്വത്തിൽ മർദ്ദക സംഘം എല്ലാവരെയും പെരുമാറി. ഡയറ്റിലെ KK സുരേന്ദ്രനും ഇവിടെ വച്ചാണ് മർദ്ദനമേറ്റ് കർണപുടം പൊട്ടിയത്. കണ്ണൂരുകാരൻ ആരുഷിനെ പോസ്റ്റ് ഒട്ടിച്ചതിൻ്റെ പേരിൽ ഇവിടെ കൊണ്ടുവന്നു. മർദ്ദനത്തിൻ്റെ ഭീകരതയിലും ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങളുടെ സഹപ്രവർത്തകൻ സമരത്തിനിടയിൽ കൊല്ലപ്പെട്ടുവെന്ന കാരണത്താൽ കണ്ണൂർ ബറ്റാലിയനിലെ പോലീസാണ് മർദ്ദനം മുഴുവൻ നടത്തിയത്. ഫെബ്രുവരി 23 ജാനുവിനെയും എന്നെയും റിമാൻഡ് ചെയ്തു. മുത്തങ്ങ സമരത്തിന്റെ ബാക്കിയായി 12 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. വനഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട 6 കേസുകളും 6 ക്രിമിനൽ കേസുകളും. ഇതിലെല്ലാം കൂടി 700-ലധികം പ്രതികളും. 9 മാസം പ്രായമുണ്ടായിരുന്ന മാളു എന്ന കുട്ടി കാട്ടിൽ മരണപ്പെട്ടു. പോലീസ് പ്രതി ചേർത്ത 26 പേർ പിന്നീട് പല സാഹചര്യങ്ങളിൽ മരണപ്പെട്ടു. ഇതിൽ പലരും മർദ്ദനമേറ്റും ക്ഷയരോഗം അടക്കം ബാധിച്ചാണ് മരിച്ചത്. 829 ആദിവാസികൾക്കെതിരെ വന്യമൃഗസങ്കേതം, റിസർവ് ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് എന്നീ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. നീണ്ടകാലത്തെ കോടതി നടപടികളുടെ ഒടുവിൽ കേസുകളിൽ നല്ല ഭാഗം തള്ളിപ്പോയി. ഈ പറഞ്ഞതെല്ലാം കോൺഗ്രസ് നേതാവ് AK ആന്റണി മുഖ്യമന്ത്രിയായി നയിച്ച UDF സർക്കാരിന്റെ കാലത്ത് ആദിവാസികൾക്കെതിരെ നടന്ന ക്രൂരതയുടെ ബാക്കി പത്രമാണ്. CK ജാനു നിലപാടുള്ള വ്യക്തിയാണെന്ന് ഉത്തമന്മാരിൽ പലരും ചിലപ്പോൾ പറയും. ഇടക്കാലത്ത് ജാനു BJPയുമായി കൂട്ടുകൂടി. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്നുള്ളതൊന്നും ഈ ഉത്തമന്മാർക്ക് പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അവർക്ക് ഒരാൾ നല്ലവനാകണമെങ്കിൽ ആ വ്യക്തി CPM വിരുദ്ധനായിരിക്കണം. ഇടതുപക്ഷ വിരുദ്ധനല്ല, CPM വിരുദ്ധൻ. കാരണം ഇവർ പറയുന്നത് തങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷമെന്നാണ്. CPM യഥാർത്ഥ ഇടതുപക്ഷമല്ല എന്നും ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ
ഈ ഉത്തമന്മാരെ എല്ലാം വിറ്റ കാശ് സി കെ ജാനുവിൻ്റെ ബാഗിനുള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ എതിര് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദിവാസികളെ സമരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച് സമരഭൂമിയിലേക്ക് ഇറങ്ങുകയും ഭരണകൂടത്തിൻ്റെ കടുത്ത പോലീസ് നടപടിക്ക് വിധേയരായി പലരും മരണമടയുകയും ചെയ്ത ഒരു കാലത്തിനു ശേഷം തങ്ങളെ മർദ്ദിച്ച ഭരണകൂടത്തിന് നേതൃത്വം നൽകിയ അതേ രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായി ആ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവായ സ്ത്രീ, അതായത് സി കെ ജാനു മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് മനസ്സിലാകുന്നില്ല. അത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായാലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഈ നാടും ജനങ്ങളും അംഗീകരിക്കുമെന്ന പ്രതീക്ഷയുമില്ല. അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിന് എന്താണ് വില? മുത്തങ്ങയിൽ നടന്ന പോലീസ് നടപടിയുടെ ഭാഗമായ ഇരകൾ ഇന്നും ആദിവാസി സമൂഹത്തിനുള്ളിൽ ജീവിച്ചിരിപ്പുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സി കെ ജാനു എന്ന പഴയ ആദിവാസി നേതാവിന് ഇന്ന് ഈ പറയുന്ന ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ ജനങ്ങളുമായി ഒരു ബന്ധവും കാണില്ല. അങ്ങനെ ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ തന്നെയും തൻ്റെ ജനതയെയും വേട്ടയാടി ആ രാഷ്ട്രീയ പാർട്ടി നയിക്കുന്ന മുന്നണിയുമായി കൈകോർക്കാൻ അവർക്കൊരിക്കലും കഴിയില്ലായിരുന്നു.